കോട്ടയം CMS കോളേജിലെ യൂണിയൻ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുന്നു. പോലീസിന് പല സന്ദർഭങ്ങളിലും ലാത്തി വീശേണ്ടി വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താൻ SFI ശ്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് KSU ക്യാമ്പസിൽ പ്രതിഷേധമുയർത്തുകയായിരുന്നു. ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് തെരഞ്ഞെടുപ്പിൽ KSU മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ SFI മനഃപൂർവ്വം തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് KSUവിൻ്റെ ആരോപണം. എന്നാൽ ഈ ആരോപണത്തെ SFI എതിർക്കുന്നു. ആദ്യഘട്ടത്തിൽ പ്രതിനിധികളുമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ക്ലാസ് റെപ്രസെൻറ്റേറ്റീവുകളാണ് ചെയർമാൻ അടക്കമുള്ള പ്രധാന സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KSU പ്രവർത്തകർ ക്യാമ്പസിൽ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുകയുണ്ടായി. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസിന്റെ വൻ സന്നാഹമാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇരു കൂട്ടരും പ്രകോപനം സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യാൻ പോലീസും ഇടപെടുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് SFIയുടെ കുത്തകയാണ് CMS കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ എന്നുള്ള കാര്യം ഓർമ്മിക്കുക. സംഘർഷാവസ്ഥ തുടരുന്നതുകൊണ്ട് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല. ഫലപ്രഖ്യാപനം ഇപ്പോൾ നടത്തിയാൽ അത് കൂടുതൽ സംഘർഷത്തിന് സാധ്യത കൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഫലപ്രഖ്യാപനം ഇപ്പോഴും നടത്താത്തത്. കോട്ടയം CMS കോളേജിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെയാണ് സംഘർഷമുണ്ടായത്. കൗണ്ടിംഗ് സെൻറ്റർ തല്ലിപ്പൊളിക്കാൻ SFI ശ്രമം നടത്തിയെന്ന് KSU പ്രവർത്തകർ ആരോപിക്കുകയുണ്ടായി. എന്നാൽ അത് ശരിയല്ല, KSU പ്രവർത്തകരാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് SFI പ്രവർത്തകർ ആരോപിക്കുകയും ചെയ്യുന്നു. KSU പ്രവർത്തകർ അവിടെ പ്രകടനം നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്.